ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അലിബാബയിൽ നിന്നും നമുക്ക് എങ്ങനെയാണ് കേരളത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളൊരു സബ്സ്ക്രൈബർ ഇതുപോലെ നമുക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അലിബാബയിൽ നിന്ന് എങ്ങനെയാണ് സാധനങ്ങളൊക്കെ മേടിക്കുക, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ട് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് അലിബാബയിൽ നിന്ന് നമുക്ക് കേരളത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുക എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്ന വീഡിയോ. അപ്പോൾ നിങ്ങളൊരു ബിസിനസ് ചെയ്യാനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വല്ല സ്റ്റേഷനറിയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്സിൻ്റെയോ അതല്ലെങ്കിൽ എന്തോ ഇമിറ്റേഷൻ ജ്വല്ലറി, മൊബൈൽ ആക്സസറീസ്, ലെതേഴ്സ്, ബാഗ്സ്, അങ്ങനെ എന്ത് ഐറ്റംസ് ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെയൊക്കെ ബിസിനസ് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അലിബാബയിൽ നിന്നും ഒറ്റയ്ക്ക് നിങ്ങൾക്ക് ചൈനയിലെ ഏറ്റവും വലിയ മാർക്കറ്റിൽ നിന്നും നിങ്ങൾക്കത് വാങ്ങാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനലൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഓക്കെ, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ദിസ് ഈസ് ഇക്ബാൽ ഹുസൈൻ. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആളുകൾ നമ്മളോടൊരു സംശയം അല്ലെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുക, വാങ്ങുക അലിബാബയിൽ കയറിക്കൊണ്ട്. നമുക്കിപ്പോൾ ചൈനയിലത്തെ നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റുകളൊന്നും ചൈന എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിലെ എല്ലാ രാജ്യത്തുള്ള എല്ലാ പ്രൊഡക്റ്റുകളുടെയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ചൈന മാർക്കറ്റുകളിൽ എത്തും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, അവിടെ നടക്കുന്ന ഫാൻഫെയറിലൊക്കെ വലിയ രീതിയിലുള്ള അപ്ഡേഷൻസ് കൊണ്ടുവരാറുള്ള ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഒരു എക്സ്പെൻ കൂടിയാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചൈന മാർക്കറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ലോകത്തുള്ള ഏത് മാർക്കറ്റിൽ നിന്നും, ചൈന എന്നല്ല, നമുക്ക് ഏത് മാർക്കറ്റ് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന സംഭവമാണ് ഈ അലിബാബ എന്നുള്ളൊരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് മേടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു അലിബാബ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അലിബാബ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ ആപ്പ് വേണമെങ്കിൽ ആപ്പ് എടുക്കാം, പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ഒക്കെ നമുക്ക് എടുക്കാൻ കഴിയും. എല്ലാത്തിലും കിട്ടുന്നതാണ് അലിബാബയുടെ ആപ്പ്. അതേപോലെ തന്നെ ഇനി അലിബാബയുടെ ആപ്പല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ കയറിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അതിൽ കയറിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളതിലൊരു ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, അത് അലിബാബയുടെ ആപ്ലിക്കേഷനിലും ചെയ്യാം, അതേപോലെ തന്നെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും കയറിക്കൊണ്ടും നമുക്കത് ചെയ്യാൻ കഴിയും. ഒരു ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ പേരിൽ, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഡീറ്റെയിൽസോ നമ്മുടെ ഡീറ്റെയിൽസോ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, 2 എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ട പ്രൊഡക്റ്റുകൾ സെർച്ച് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്താണോ നിങ്ങൾക്ക് ആവശ്യം, അത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മൊബൈൽ ആക്സസറീസ് ആവാം, അല്ലെങ്കിൽ ഇമിറ്റേഷൻ ജ്വല്ലറീസ് ആവാം, അല്ലെങ്കിൽ വെഡ്ഡിങ് ജ്വല്ലറികളാവാം, ഡ്രസ്സുകളാവാം, എന്തും. ഓക്കെ, എന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആ ഒരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഒരു സെക്കൻഡ് സ്റ്റെപ്പ് എന്നുള്ളത്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ല ഒരു സപ്ലയറെ നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് പല രീതിയിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സും സപ്ലയേഴ്സൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സപ്ലയേഴ്സിൻ്റെ അടുത്ത് നിന്ന് എടുക്കാം, അതേപോലെ തന്നെ മാനുഫാക്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഡയറക്റ്റ് നമുക്ക് ബൈ ചെയ്യാൻ കഴിയും, അതേപോലെ തന്നെ ഹോൾസെയിലേഴ്സിൻ്റെ അടുത്ത് നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഡയറക്റ്റ് നമുക്ക് അവരായിട്ട് ചാറ്റാൻ കഴിയും, അവരായിട്ട് ഡീൽ ചെയ്യാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു സപ്ലയർ കണ്ടെത്തി കഴിഞ്ഞാലാണ് നമ്മൾക്ക് നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും ബൈയും കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അല്ലെങ്കിൽ പല രീതിയിൽ നമ്മൾ ചീറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. എല്ലാ മേഖലയിലും നമുക്കറിയാവുന്നതാണ്, ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും അവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ അവിടെ ഒരു ചീറ്റ് ചെയ്യപ്പെടാൻ സാധ്യത ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അലിബാബ ആയാലും ശരി, ഇനി അതല്ല മറ്റു ഏതെങ്കിലും സംഭവങ്ങളാണെങ്കിലും ശരി, ഇവിടെയൊക്കെ നമുക്ക് എന്തുണ്ട്,
ചീറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ജെന്യുവിൻ ആയിട്ടുള്ള സപ്ലയറെ കണ്ടെത്തുക. അപ്പോൾ അവരുടെ റേറ്റിംഗ് നോക്കുക, റിവ്യൂസ് നോക്കുക, എത്ര വർഷമായി ഈ ഒരു മേഖലയിൽ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ കമ്പനി റൺ ചെയ്ത് പോരുന്നുണ്ട്, എത്രത്തോളം റേറ്റിംഗ് ഉണ്ട്, അതിൻ്റെ റിവ്യൂസ്, ആളുകൾ അവിടുന്ന് ബൈ ചെയ്ത ആളുകളുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നല്ല ജെന്യുവിൻ ആയിട്ടുള്ള ഒരു സപ്ലയറെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ. സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് നമ്മൾ ഒരു സപ്ലയറെ കണ്ടെത്തി കഴിഞ്ഞാൽ അവരോട് ചാറ്റാൻ കഴിയും നമുക്ക്. അപ്പോൾ തന്നെ നമുക്ക് ചാറ്റാൻ കഴിയും. ആ പ്രൊഡക്റ്റ്, ഏത് പ്രൊഡക്റ്റാണോ നമ്മൾ കണ്ടിഷ്ടപ്പെട്ടത്, ആ പ്രൊഡക്റ്റിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് തന്നെ നമ്മൾക്ക് ചാറ്റാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു സപ്ലയറെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, അവരായിട്ട് ചാറ്റാനുള്ളൊരു ഓപ്ഷൻ നമുക്ക് ആ പേജിൽ തന്നെ കാണാൻ കഴിയും. അപ്പോൾ ആ ചാറ്റ് എടുത്തിട്ട് നമുക്ക് അവരോട് എത്രയാണ് നിങ്ങളുടെ മിനിമം ക്വാണ്ടിറ്റി. ഓക്കെ. അവർക്ക് പല സപ്ലൈസിനും പല കമ്പനികൾക്കും പല മാനുഫാക്ചേഴ്സിനും അതിൻ്റെ ഒരു മിനിമം ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് നമ്മൾ ഇവിടുത്തെ ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത് പോലെ ചിലപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ കിട്ടിയെന്ന് വരില്ല. പക്ഷേ നമുക്ക് നല്ല രീതിയിൽ നല്ല പ്രോഫിറ്റിൽ മാർജിൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു രീതിയിലായിരിക്കും നമുക്ക് അവിടുന്ന് പർച്ചേസിങ് നടക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി നമ്മൾ എടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ ചിലപ്പോൾ ചില കമ്പനികൾ ചിലപ്പോൾ സാമ്പിൾ പ്രൊഡക്റ്റുകളൊക്കെ വിട്ടുതരും. അപ്പോൾ അവരോട് അതും ചോദിക്കുക, നിങ്ങൾക്ക് സാമ്പിൾ ചെയ്യാൻ കഴിയുമോ, വിടാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അതിനുമായിട്ട് ഈ പ്രൊഡക്റ്റ് ഷിപ്പിംഗ് ചാർജ്, അതുപോലെ ഡെലിവറി ടൈം, എത്ര ദിവസം കൊണ്ടാണ് ഡെലിവറി എത്തുക എന്നുള്ളത്. നമുക്ക് സാധാരണയായിട്ട് ഇതിൻ്റെ ഡെലിവറി സിസ്റ്റം എന്ന് പറയുന്നത് ഒന്ന് ഷിപ്പിലൂടെയും ഡെലിവറി ചെയ്യുന്നത്, അതുപോലെ ഫ്ലൈറ്റിലൂടെയും ഇവർ ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫാസ്റ്റ് ഡെലിവറി എന്ന് പറയുന്നത് ഫ്ലൈറ്റ് വഴി വരുന്നതാണ്. അപ്പോൾ അതിന് കുറച്ച് ചാർജസും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടാവും. കുറച്ച് ടൈം എടുത്തിട്ട് ഡെലിവറി നടക്കുന്നതാണ് ഷിപ്പ് വഴിയുള്ളത്. അപ്പോൾ അതിന് കുറച്ച് പൈസ കുറവുണ്ടാവും. അപ്പോൾ അതൊക്കെ എല്ലാ കാര്യങ്ങളും അതിനെക്കുറിച്ച് സംസാരിച്ച് നമ്മൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പേയ്മെൻറ്റ് ചെയ്യുന്ന ഭാഗത്താണ്. അത് വളരെ പ്രധാനപ്പെട്ടൊരു മേഖലയാണ്. നമുക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നത് അത് ഒന്നില്ലെങ്കിൽ ബാങ്ക് വഴി പ്രൂവ് ചെയ്യുക. കാരണം ഇതിൽ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ വളരെയധികം ചീറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ളൊരു ഏരിയകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് വെരിഫൈഡ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് വഴി ചെയ്യുക. അതേപോലെ തന്നെ എപ്പോഴും അലിബാബ ട്രേഡേഴ്സ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അത് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി നമുക്ക് നല്ല ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ പണം കൂടുതൽ സുരക്ഷിതമാകുന്ന രീതിയിൽ വേണം നമ്മൾ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനും. ഓക്കെ. അപ്പോൾ സ്റ്റെപ്പ് 6ാമത്തൊരു രീതി സംഭവം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നതില്ലേ, നമ്മളിപ്പോൾ ഒരു ചെറിയ ഓർഡറുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് DHL, അതേപോലെ ഫെഡെക്സ് പോലെയുള്ള ഈ കൊറിയർ സംഭവങ്ങളുണ്ടല്ലോ, കമ്പനികളുണ്ടല്ലോ, അതുപോലെയുള്ള കൊറിയർ കമ്പനികൾ വഴി നമുക്ക് ആ ഒരു സംഭവം ചെയ്യാൻ കഴിയും. വലിയ ഓർഡറുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സീ കാർഗോയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷിപ്പ് വഴി വരുമ്പോൾ കുറച്ച് ദിവസം ലേറ്റ് ആയാലും അതിനുള്ള ആ ഒരു ദിവസം മുൻകൂട്ടി കണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഓർഡർ ചെയ്താൽ മതി. കുറച്ച് ദിവസം ലേറ്റ് ആണെന്നെങ്കിൽ പോലും, ഡിലേ ആയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് വളരെ ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് സാധനം ഇങ്ങെത്തും. ഓക്കെ. അപ്പോൾ എപ്പോഴും നമുക്ക് വലിയ ക്വാണ്ടിറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സീ കാർഗോ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. സ്റ്റെപ്പ് 7 എന്ന് പറയുന്നത് കസ്റ്റം ഡ്യൂട്ടിയുടെ സേവനങ്ങളെ കുറിച്ചിട്ടാണ്. അത് ഇന്ത്യയിലെത്തുമ്പോൾ കസ്റ്റം ഡ്യൂട്ടി എന്ന് പറയുന്നത് GST എന്നിവ അടക്കേണ്ടി വരാം. ഇത് മുൻകൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് എത്ര രൂപയാണ് കസ്റ്റം ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ വരിക എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി അറിഞ്ഞ് ചോദിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. പിന്നെ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, വളരെ കുറഞ്ഞ വില കണ്ടാൽ ഉടനെ വിശ്വസിക്കരുത്. നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ ഉള്ളതാണ്. നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റുകൾ ചിലപ്പോൾ ഇപ്പുറത്തൊരു 1000 രൂപയായിരിക്കും, ഇപ്പുറത്ത് നോക്കുമ്പോൾ അത് 270 350 കാണും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് അങ്ങോട്ട് പോകും, അതെന്താണ് അങ്ങനെ. പക്ഷേ ഒരിക്കലും നമ്മൾ ചെറിയ വില കണ്ട് ഇതിൻ്റെ പേരിൽ, വളരെ ചെറിയ വിലയിൽ നമുക്കത് കിട്ടും എന്നുള്ളതിൻ്റെ പേരിൽ ഒരിക്കലും നമ്മൾ എടുത്ത് ചാടി അതിനെ ബൈ ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ. സാമ്പിള് വാങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം നമ്മൾ ഓർഡർ കൊടുക്കാൻ ശ്രമിക്കുക. മാക്സിമം നമ്മൾ അവർ ചാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് അവർക്ക് സാമ്പിൾ മേടിക്കാൻ കഴിയണം നമുക്ക്. അപ്പോൾ അവർ സാമ്പിൾ വിട്ടുതരും. സാമ്പിൾ വിട്ടെന്ന് നമ്മളത് കിട്ടിയതിന് ശേഷം അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ക്വാണ്ടിറ്റിയും എന്താണ്, എങ്ങനെയാണ്, നമ്മൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് സാധനം എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം കൺഫേം പറ്റിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഓർഡർ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ സപ്ലയറിൻ്റെ റിവ്യൂ നന്നായിട്ട് നമ്മൾ നോക്കണം. ഓക്കെ. അതിൽ
ഇഷ്ടം പോലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് റിവ്യൂസ് ആയിരിക്കും എടുക്കുന്നുണ്ടാവും. അതൊക്കെ നമുക്ക് നോക്കാം. അതേപോലെ എല്ലാ സംഭാഷണവും നമ്മൾ അലിബാബ പ്ലാറ്റ്ഫോമിൽ തന്നെ നടത്താൻ ശ്രമിക്കുക. ഓക്കെ, നമ്മൾ മറ്റു വാട്സപ്പ് അതും അങ്ങനെ ഇങ്ങനെയൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പോയത് നമ്മൾ ട്രൈ ചെയ്യരുത്. നമ്മൾ അലിബാബയിലുള്ള ചാറ്റിംഗ് പ്ലാറ്റ്ഫോം മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അവരായിട്ട് സംസാരിക്കുക, ചാറ്റ് കാര്യം എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അതുവഴി മാത്രം സംസാരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ ഒരു അലിബാബയിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കുള്ള എന്താണ് നമ്മുടെ ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, ഇപ്പോൾ ഈ ഒരു അലിബാബയിൽ നിന്ന് മേടിക്കുന്ന നമ്മുടെ ഇന്ത്യൻ ഹോൾസെയിൽ മാർക്കറ്റുകളിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന സാധനത്തിൻ്റെ റേറ്റിനേക്കാൾ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് അവിടുന്ന് സാധനങ്ങൾ ഇവിടെ എത്തിക്കാൻ കഴിയും, നല്ല ലാഭത്തിൽ എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. വളരെ ചെറിയ പ്രൈസിൽ നല്ല കൂടുതൽ മാർജിൻ ഇട്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് സാധനങ്ങൾ അവിടെ നിന്ന് ഡെലിവറി ചെയ്യാൻ കഴിയും, നമ്മൾക്ക് ഇവിടെ എത്തിക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാധാരണയായിട്ട് അലിബാബയിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ മേടിക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, അടുത്ത വീട്ടിൽ കാണാം. ടേക്ക് കെയർ, ബൈ.